എവിടെ പോയി മാറുമെന്ന് ആലോചിച്ചപ്പോഴാണ് അറിയിച്ചത് നമ്മുടെ അതിൽ വ്ളോഗ്സ് ഒരു കാർ എടുത്തിട്ടുണ്ട്. ആ കാറിലാണ് അതിൽ വരുന്നത്. ആ കാറിനകത്ത് ഡ്രസ്സ് മാറാം. ഓക്കെ, ഇപ്പോൾ കാർ ഒരു വിവാദമായി. ഈ പുള്ളിയെ നിങ്ങൾക്ക് അറിയാവോ? അങ്ങോട്ട് നമ്മുടെ വീഡിയോ എനിക്ക് സ്ട്രൈക്ക് അടിക്കാൻ പറ്റൂടാ. നിന്റെ ഫേസ് അല്ലേ ഇപ്പൊ സ്ട്രൈക്ക് ആണല്ലോ ഒരു ട്രെൻഡ്. എനിക്ക് സ്ട്രൈക്ക് അടിക്കാനോട് യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അത് നീ പറ, യോജിപ്പുണ്ടോ? ഇല്ല. അതിനോട് മുഖത്തിന് താഴോട്ടേ ഉള്ളു. മൊത്തത്തിൽ പരാജയം. വീഡിയോ ആയിപ്പോയി. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ റിസപ്ഷൻ ഇന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് വലിയ പരിചയമില്ല ചെയ്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാനൊരു ആ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം പറഞ്ഞ് ഞാൻ എന്നെ ഒരു വ്ളോഗ് ചെയ്തോട്ടെ എന്ന് വെച്ചപ്പം ചെയ്യുന്നുള്ള കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇതൊരു തുടക്കം ആവട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു ചേച്ചിയും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് തെറ്റ് പറ്റാം, എന്നോടൊന്നും തോന്നുമൊന്നും ചെയ്യരുത്, എനിക്ക് വലിയ പരിചയമില്ല വ്ളോഗ് എടുത്തിട്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷായി കഴിഞ്ഞിട്ട് പോകണം. അവിടെ അതുല്, രാജേട്ടൻ, പിന്നെ വിച്ചു ചേട്ടൻ, സ്റ്റോക്ക് ചേട്ടനും എല്ലാവരും അവിടെ കാണും. പിന്നെ എൻ്റെ ഒരു കസിനും ഉണ്ട് അവിടെ. അപ്പം അനുമോള് മെസ്സേജ് അയച്ചപ്പം എന്താ പറയണ്ടത്, ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഹോസ്പിറ്റൽ കേസുണ്ട്, ചിലപ്പോഴേ വരത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പം പുള്ളി ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊരു ഇതൊക്കെ ഇട്ട് പിന്നീടാണ് ഹോസ്പിറ്റൽ കേസ് മാറ്റി വെച്ചു കേട്ടോ. മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പോവാം. എന്തായാലും എത്ര നാളിങ്ങനെ കുറേ നാൾ കണ്ട് എനിക്കിങ്ങനെ വീട്ടില്ല. എനിക്ക് 2 വർഷം കൊണ്ട് വീട്ടിൽ ഇരിപ്പാണ്. ആ പാടെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2 കല്യാണം മാത്രം കണ്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ അടുത്ത ബന്ധുവായതുകൊണ്ട് മാത്രം അറ്റൻഡ് ചെയ്തതാണ്. പിന്നെ ഒരു വട്ടം അങ്ങോട്ട് ടൂറിനും പോയിട്ടുണ്ട്. അത് ജിമ്മിലെ ഫ്രണ്ട്സൊക്കെ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെന്തായാലും നമുക്കൊരു നല്ലൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ റൂം. ഇത് റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോയ്ക്കകത്ത് നമ്മുടെ പച്ച ലൈറ്റും ചുമല ലൈറ്റും ഒക്കെ കത്തിച്ച് അവിടെ വെക്കുന്നതേ ഉള്ളൂ. അതൊന്നും കാണിച്ച് ഇനി വെറുതെ ഇതാക്കുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പം ഇനി എന്താ പറയുക, ഞാനൊന്ന് പോയി ഫ്രഷൊക്കെ ആയിട്ട് സെറ്റ് ആവട്ടെ. അമ്മ ഇപ്പോൾ തയ്യം ചെയ്തുകൊണ്ടിരിക്കുക ഡ്രസ്സൊക്കെ. അപ്പോൾ പുള്ളിക്കാരി നല്ല രീതിയിൽ രാവിലെ തന്നെനിക്ക് നല്ല രീതിയിൽ തന്നു. കുറച്ചൊക്കെ മോനെ എന്താ പറയുക, കുറച്ചൊക്കെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. എന്നെക്കാളും ടെൻഷനാണ് അമ്മയ്ക്ക് എന്നെ ഒരുക്കി വിടാൻ വേണ്ടി. അപ്പം പുള്ളിക്കാരി എല്ലാം അയൺ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ഒന്ന് ഫ്രഷായിട്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി കായംകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഇതാണ് അടുത്ത ചടങ്ങ്. അപ്പം ഒരു ഡ്രസ്സ് എടുത്തങ്ങ് ഇട്ടു. നമുക്ക് അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് സെറ്റ് ആവാമെന്ന് കരുതി. കാരണം ഇവിടെ നിന്ന് അവിടെ വരെ ട്രാവൽ ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പോറായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഔട്ടറോ അങ്ങനെയുള്ള പരിപാടിയൊന്നും വിട്ടില്ല. ചുമ്മാ ഇറങ്ങുക അവിടെ ചെന്നിട്ട്. കാരണം 3-3.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ട്രെയിനാണ് പോകുന്നത് 3-3.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അപ്പം അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് സെറ്റാവാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിത്തീർന്നു. ഞാനും എൻ്റെ കസിനും ഉണ്ട് കൂടെ. പക്ഷേ നിന്നെ കാണിക്കട്ടെ? വേണ്ട, ഓക്കെ, കാണണ്ടാന്ന്. അവൾക്ക് ഇതുപോലുള്ള പരിപാടിക്കൊന്നും വലിയ താല്പര്യമില്ല. എന്തായാലും ഇൻസ്റ്റ ഫോട്ടോ ഇടുമോ? അപ്പോൾ നമുക്ക് സ്റ്റോറി ഇടാം. അപ്പോൾ ഞാൻ പറയാം. സ്റ്റോറി പോയി നോക്കിയാൽ മതി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോക്കട്ടെ, ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം. എടുത്തിടല്ലേ, അങ്ങനെ കണ്ടാൽ മതി. വീഡിയോയിലോടൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ. അപ്പോൾ ഇത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ. ഇനി നമുക്ക് എപ്പോഴാണ് ട്രെയിൻ? താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഇതിനുള്ള ചീത്തവിളി എനിക്ക് കിട്ടും. പേടിച്ചിട്ടാണ്. ഓക്കെ, എനിക്കുള്ള ചീത്തവിളി ആയിക്കോട്ടെ. ഇത് രസമൊന്നുമല്ല. ഇന്നലെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇവളുള്ള ഒറ്റ ധൈര്യത്തിലാണ് ട്രിവാൻഡ്രത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞത്. എനിക്ക് ഇവിടെ വലിയ പരിചയമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവിടെ നീ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ വൈകിട്ട് ഇന്നലെ വണ്ടി കയറി വന്ന് നല്ല ഡ്രസ്സിലൊന്നും പറഞ്ഞിട്ട്. പിന്നെ രാവിലെ ഇനി ഇവിടെ ഒരുക്കി കെട്ടി വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ 9:20 നമുക്ക് ട്രെയിൻ ലേറ്റാണ്. ഇപ്പോൾ കോട്ടയത്താണ് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 9:30 എത്ര മണിക്കാണ്? 9:40. പിന്നെ അവിടെ ചെന്ന് പിന്നെ ഇവർക്ക് ഇനി മേക്കപ്പ് ഒക്കെ ഉണ്ട്. ഇനി അതിന് കൊണ്ടുപോകണം ആണല്ലേ? മേക്കപ്പ് അല്ല, അങ്ങനല്ല, രഹസ്യം കേട്ടോ. ഇത് നമ്മൾ ആരോട് പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ തന്നെ എല്ലാം പാക്ക് ചെയ്തിട്ടാണ് വന്നത്. എവിടെ പോയി മാറുമെന്ന് ആലോചിച്ചപ്പോഴാണ് അറിയിച്ചത് നമ്മുടെ അതിൽ വ്ളോഗ്സ് ഒരു കാർ എടുത്തിട്ടുണ്ട്. ആ കാറിലാണ് അതിൽ വരുന്നത്. ആ കാറിനകത്ത് ഡ്രസ്സ് മാറാം. ഓക്കെ, ഇപ്പോൾ കാർ ഒരു വിവാദമായെന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, 13 കോടി രൂപയുടെ അതിൽ കാർ എടുത്തെന്നും പറഞ്ഞിട്ട് എൻ്റെ ഫോണിന്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാറെ നമുക്ക് ഡ്രസ്സ് മാറാം. അത് അവന് പറയണ്ട, അവൻ ഈ വ്ളോഗിൽ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇതുപോലൊരു പ്രൊമോഷൻ അവൻ കാറിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ. ഓക്കെ, എടി നീ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? ഒന്നും കഴിച്ചില്ല. എന്ത് വേണമെങ്കിലും മേടിച്ചോണ്ടോ, ഞാനും കഴിക്കാം. കട അടച്ചിട്ടേക്കോ അല്ലേ? ഞാൻ പിന്നെ രാവിലെ അപ്പാടെ എനിക്ക് ഡയറ്റ് ഉള്ളതുകൊണ്ട് ലൈറ്റായിട്ട് 4 മുട്ടയും 2 ഏത്തപ്പഴവും പിന്നെ ഒരു ഓട്സും പിന്നെ ഒരു പ്രോട്ടീനും ഒക്കെ കുടിച്ചിട്ട് ഞാനും ഇറങ്ങി. അല്ലേ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, നിനക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു. പൈസ ഞാൻ കൊടുക്കണമായിരിക്കും.
അതെ 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 അതെ, പൈസ നീ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ പറയാമല്ലോ, വ്ളോഗ് എടുക്കാൻ വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അതും കൂടെ ചെയ്യാം. പിന്നെ അതിലും രാജേട്ടനൊക്കെ വരുന്നെന്നാണ് പറയുന്നത്, ബിച്ചു ചേട്ടനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? കോസ്റ്റ്യൂം അല്ല, വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ പോകുന്നു. സസ്പെൻസ്. അയ്യോ, എന്നെ വിളിച്ച കല്യാണത്തിന് വലിഞ്ഞേറി പോന്നോളൂ. ചുമ്മാ ഇവന് പേടിയായിട്ട് ധൈര്യത്തിന് എന്നെ കൊണ്ട്. അതെ 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 അതെ, ധൈര്യത്തിന്. ഓക്കെ, ഇവിടെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഫ്രണ്ട്സൊക്കെ കമ്മിറ്റഡാണ്. കമ്മിറ്റഡാ. എടാ, സ്വന്തം ചേട്ടനെ പരിചയപ്പെടുത്തിന് ഇത് ഇനി ഇങ്ങനെയുള്ളവന്മാരെയൊന്നും കൂടെ കൂട്ടിട്ടെന്ന് പറയുന്നത്. പക്ഷേ ഓക്കെ ഗൈസ്, നമുക്ക് ആ പോഷൻ കട്ട് ചെയ്ത് കളയാം. കുറച്ച് ഭാഗം കണ്ട് ആ പോഷൻ ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ഇപ്പോൾ നമുക്കിനി ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് അല്ലേ, ഏതാ സ്ഥലം ഏതാ, എവിടെ നമ്മൾ ഇറങ്ങുന്നത്? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ അതുലിൻ്റെ എൻട്രി. പാവൻ ചേട്ടൻ പറ്റുന്ന അവസരങ്ങളിലല്ലേ അവനെ വാഴ്ത്തി പടാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം വന്നു, അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കസിൻ ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് മേക്ക് ഓവറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആ കൂടുതൽ ഞാൻ ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരാനുണ്ട്, അവരെ കൂടെ പോകണം. ഇതാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പം ഡ്രസ്സൊക്കെ പിന്നെ കാണിക്കും. എനിക്കിത് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് ബാക്ക് ക്യാമറ ഒക്കെ എടുത്ത് കാണാം. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്ലെയിൻ ഷർട്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയും പ്ലെയിൻ ഡ്രസ്സ് ആയിരിക്കും നല്ലതാണെന്ന്. അവളെപ്പോഴും പറയും. എന്നാൽ പിന്നെ നമുക്ക് ഒരെണ്ണം കാഴ്ചയേക്കാന്ന് കരുതി. ഇത് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിലെ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെറുതെ എന്തിനാ ലാഗ് അടിപ്പിക്കുന്നതും പിന്നെ അതൊക്കെ കുറച്ച് ഓവർ അല്ല എന്ന് എഴുതിയിട്ടാണ്. എനിക്കറിയത്തില്ല, അതൊക്കെ ചെയ്യണമായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇനി ബാക്കിയുള്ള നമുക്ക് പുറത്ത് വിശേഷങ്ങളൊക്കെ. ബൈ, ഇനി അടുത്തത് കാണാം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് തമ്പുരാട്ടി പുറകിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കൈ കാണിച്ച് ഇത് പരിചയം ഉണ്ടോ എന്ന് അറിയത്തില്ല, ഒന്ന് നോക്കാവോ? വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ക്യാരക്ടർ ഓഹോ, അപ്പൊ നീ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോക്കകത്ത് ക്യാരക്ടർ പിടിക്കുമായിരുന്നു താൻ? പറ. അതല്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്യത്തില്ല. ഞാൻ ഇങ്ങനെ വിളിച്ചു മോശം അതൊക്കെ. തമിഴ്നാട്. ഓക്കെ, സത്യം പറയാലോ, ട്രിവാൻഡ്രത്ത് വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ യൂബർ പരിപാടിയുണ്ട്. അടിപൊളി കേട്ടോ. അല്ല, നമുക്ക് എന്താ പറയണ്ട, ആലപ്പുഴ കിടക്കുന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആലപ്പുഴ അത്ര മോശമൊന്നുമല്ല. ഇവിടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ്. ഇപ്പം പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ പിള്ളേരൊക്കെ, അയ്യോ ബസ്സിലെ പിള്ളേർ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ തുറന്നേ. അവർക്ക് ആ പിള്ളേർ വിക്ടറി കാണിക്കുന്നത് രസമല്ലേ? അപ്പം എന്താ പറയാ, ഇനി അത് വേണം ഇനി തെറി പറയാൻ. പിള്ളേർ സമാധാനത്തോടെ ഇരിക്കട്ടെ. ഓക്കെ, ഇവിടുത്തെ യൂബർ അടിപൊളി സംഭവം. പിന്നെ അതുപോലെ തന്നെ ബസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര സ്പീഡാണ്. ഒരു എന്താ പറയാ, അതിലെ ആർക്കും ഒരു ക്ഷമയില്ല. പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഇവിടുത്തെ. അത് അങ്ങനെയല്ല, അത് ഓരോ ആൾക്കാരുടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതാണ്, ആ പോകുന്ന പോക്കൊക്കെ കണ്ടിട്ടെ ഒരു മര്യാദ ഓടിക്കുന്നവരാണ്ട് എന്നെ പോലെ. അതെ, അല്ല കാര്യമൊക്കെ കാര്യം കേട്ടോ, നമ്മൾ ഡീസൻ്റ് ആണ് ഓടിയിലേക്ക്. അതിലെ ഞാൻ ചീത്ത വിളിച്ചൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കട്ട് ചെയ്ത് ചീത്ത പേരുണ്ടായിരിക്കും. അത് നോർമലി വിളിച്ചതല്ലേ, ഒരു ചെറിയൊരു ടോക്ക്. ഓക്കെ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും നമ്മുടെ വീഡിയോ. എനിക്ക് സ്ട്രൈക്ക് അടിക്കാൻ പറ്റൂടാ. പിന്നെ നിന്റെ ഫേസ് അല്ലേ ഇപ്പൊ സ്ട്രൈക്ക് ആണല്ലോ ഒരു ട്രെൻഡ്. എനിക്ക് സ്ട്രൈക്ക് അടിക്കാനോട് യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അത് നീ പറ, യോജിപ്പുണ്ടോ? ഇല്ല, അതിനോടുള്ള യോജിപ്പൊന്നുമില്ല. കാരണം എന്റെ ചാനൽ സ്ട്രൈക്ക് അടിച്ച ഒരു മഹത്തായ വ്യക്തി. അപ്പൊ അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കൊടുക്കാതിരിക്കുക, അത് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ അത്രയും നല്ലത്. പിന്നെ ഞങ്ങൾ ഇനി രാജണ്ണനെ വിളിക്കാൻ പോകും. ബിച്ചു ചേട്ടൻ എപ്പോൾ വരും എന്ന് പറഞ്ഞാൽ 5-6 മണിയാകുമ്പോൾ ബിച്ചു ചേട്ടൻ വരും. പുള്ളിനെയും പോയി ഒന്ന് പുള്ളി വരുമല്ലോ, പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇനി അവിടെ ചെന്നിട്ട് ഇപ്പൊ സമയം ഏകദേശം എത്രയാവേ? 3:50. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറണം, വെള്ളം കുടിക്കണം, അത്യാവശ്യമാണ്. ഒരു ബോട്ടിൽ വെള്ളം കിട്ടിയാലും ഞാൻ കുടിക്കും, എനിക്ക് അത്രയ്ക്ക് ദാഹമുണ്ട്. അങ്ങനെ ഓക്കെ. പിന്നെ അതുൽ ബ്ലോഗ്സിന്റെ നാട്ടിൽ വന്നിട്ട് എവിടെ കൊണ്ടുപോകും ഞങ്ങളെ? തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകും. ആണല്ലേ? വേണ്ട, ഞാൻ ബീച്ചോണിന്റെ വണ്ടി കയറി പൊക്കോളാം, കൊല്ലം തുടങ്ങിക്കോളാം. അവിടെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും വണ്ടി പിടിച്ച് പൊക്കോളാം.
അതൊക്കെ അതുപോലെ ആലപ്പുഴയിലോട്ട് വരണം. പറയരുതേ, ഓർമ്മിപ്പിക്കില്ലടേ. അതൊക്കെ നമ്മൾ ട്രീറ്റോടെ ട്രീറ്റ് ആയിരിക്കും. പക്ഷെ വഴിയൊന്നും നമുക്ക് വലിയ പിടുത്തമില്ലെങ്കിലും. ആലപ്പുഴയിലെ ഫുഡ് എങ്ങനെയുണ്ട്? ആലപ്പുഴയിലെ ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? കുഴപ്പമില്ല. ഓക്കെ. ആലപ്പുഴയിൽ നല്ല സ്ഥലങ്ങളുണ്ടെന്ന് പറയണായിരുന്നു, പക്ഷെ നീ കൊണ്ടുപോയി എടുത്തില്ലെന്ന് തോന്നുന്നു. ആണല്ലേ? അപ്പൊ ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാലും പ്രശ്നമാണല്ലോ. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിപ്പോ തൽക്കാലത്തേക്ക് നമുക്ക് കട്ട് ചെയ്യല്ലേ? ഇത്ര പോർഷൻ ഞങ്ങൾ കട്ട് ചെയ്യുക. ഇനി നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്റെ വ്ളോഗ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന് പറയാം. പണിയല്ലേ ഇത്? എനിക്ക് റെയിൽവേ സ്റ്റേഷനിലൊന്നും ഞാൻ എന്താ പറയണ്ടേ, ട്രിവാൻഡ്രത്തൊന്നും വെച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല. മറ്റേ കായംകുളത്തെ ആൾക്കാർ പറയാണ്ട് മാത്രം സംസാരിച്ചു. എടുത്ത വീഡിയോ സൈഡിൽ വെച്ചിട്ട് നീ റിയാക്ട് ആണല്ലേ? എന്താണ് ഇതിലെ കൂടെ അങ്ങ് പോയിക്കൂടെ? വണ്ടി വരും. അതാണ് ഭയങ്കര വണ്ടി തിരക്കാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നിവിൻ പോളിയുടെ പടം അതിനെ കൂടെ പറയാം. എല്ലാവരും പറഞ്ഞാൽ അടിപൊളി പടമാണ്, പോയി കാണണം. അതൊക്കെ വല്ലത് നിവിൻ പോളിയുടെ നീ വളച്ചൊടിച്ച് പോകും. ആരുടെയും നോക്കൊന്നും വേണ്ട. ഞാൻ ഓടിക്കണോ? വേണ്ടല്ലേ? എന്ത് ചെയ്യാനാ? ഞാൻ അവളോട്ട് റൈഡിന് പോകുന്നുണ്ട്. അവൾക്ക് ഭയങ്കര പേടിയാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇതിപ്പോ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. നമുക്കിനി അടുത്ത രാജണ്ണം വരുമ്പോഴത്തേക്ക് ബാക്കി കാര്യം സെറ്റ് ചെയ്യാം. ഈ പുള്ളിയെ നിങ്ങൾക്ക് അറിയാവോ? അങ്ങോട്ട് ക്യാമറ. രാജണ്ണൻ. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ സമയം 6:30 അല്ലേ? ഇനി ബിച്ചു ചേട്ടനെ വിളിക്കാൻ പോണം. ഓക്കെ, ആണല്ലേ? നീ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാ നടക്കുന്നത്? അതെ, അതിലാണെങ്കിൽ അങ്ങ് 20-30 മിനിറ്റെങ്കിലും ലോങ് വീഡിയോ പിടിക്കുന്ന പോലെ പിടിക്കുക. അതല്ലേ? വീഡിയോ റെക്കോർഡ് ആകണ്ട. നിന്റെ നിലവാരം ആൾക്കാർ മനസ്സിലാക്കും. നിന്റെ നിലവാരം അത് മാറി. ഇനി നമുക്ക് അടുത്തത് ഇനി നമുക്ക് അടുത്ത രാജന കാറിന്റെ റിവ്യൂ ഇട്ടല്ലോ നമുക്ക്. അത് നല്ലൊരു ഓപ്ഷൻ ഇതല്ലേ? ഇനി ചുമ്മാ ഇരിക്കുക. അതിലെന്ത് പറയുന്നത്? ബിച്ചു ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കൊന്ന് ബിച്ചു വരട്ടെ. ഹായ് ഹായ് ഹായ്. നമസ്കാരം. ഇതൊരു പ്രേത സിനിമയിലെ ഡ്രസ്സല്ലേ ഇത്? അതിന്റെ ഈ ഡ്രസ്സ് വീഡിയോ ആയിപ്പോയി. വീഡിയോ കാണാറുണ്ടല്ലോ. എങ്ങോട്ടാ പോണ്ടേ? ഇതിലേ
റിസപ്ഷൻ കഴിഞ്ഞു, നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോസ് എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചേട്ടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. റിസപ്ഷൻ കഴിഞ്ഞ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. വമ്പം പരാജയം, തലയും ഇല്ല, വേറെ ഒന്നുമില്ല, മുഖത്തിന് താഴോട്ടേ ഉള്ളു. മൊത്തത്തിൽ പരാജയം പോകുന്നു. സത്യത്തിൽ നമുക്ക് പറ്റി വേണം. പക്ഷെ നല്ല പരിപാടിയായിരുന്നു കേട്ടോ. പരിപാടി നല്ല ഗംഭീരമായിരുന്നു. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാനായിട്ട് സാധിച്ച്. വീഡിയോ അവരാധിച്ചവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരും ഇല്ലാത്തവരും വഴിയെ കൂടെ പോയവരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മളെയും കണ്ട്, നമ്മൾ അവരെയും കണ്ട്. അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ അവരുടെ ഒരു ഓവറോൾ സെറ്റപ്പ് വളരെ ഗംഭീരമായിരുന്നു. കൊള്ളാം. അടിപൊളി പരിപാടിയായിരുന്നു. നമ്മൾ എത്ര നേരം നിന്നു? ഒരു മണിക്കൂർ കൂടുതലുണ്ടായിരുന്നെങ്കിലും നമ്മൾ അത് ഗിഫ്റ്റ് കൊടുക്കാൻ പോയി എല്ലാം കഴിഞ്ഞ് ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി ടയർഡായി. അനിമോൾ ഇത്രേ ഉള്ളൂ അല്ലേ? എന്റെ ഞാൻ അനിമോൾ ഇത്രേ ഉള്ളൂ. എന്നെ ഇങ്ങനെ നോക്കുന്നു. അത് ആ ഫോട്ടോയിലുണ്ട്. നമ്മുടെ അടുത്തൊരു ഫോട്ടോ ഉണ്ട്. ഫോട്ടോയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. ഫോട്ടോയ്ക്കകത്ത്. പക്ഷെ എനിക്കൊന്ന് ചേച്ചി നമ്മുടെ കൂടെ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയായിരുന്നു. അതിന്റെ അടുത്തറിയാനുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന്റെ ബ്ലോഗ് കാണണം. ഇടും ഞാൻ. പക്ഷേ പരാജയമാണ്. അവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ അനുമോളുടെ അടുത്ത പരിപാടി സെറ്റപ്പ്, അവിടെ വന്നിട്ടുള്ള ആൾക്കാർ അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ കണ്ടതും നമ്മൾ കൈ കൊടുത്ത ആൾക്കാരുടെ മുഖമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഊഹിച്ചെടുക്കുക ആരാന്നുള്ളത് അത്രേ ഉള്ളൂ. ഞാൻ വേണേ അതിന്റെ മേലെ പേരെടുത്ത് ഇങ്ങനെ കാണിക്കാം. ഇന്നയാൾ ഇന്നതാണ് അത്ര പറ്റും. പിന്നെ അനുമോളുടെ ഫാമിലിയിലുള്ളവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ട് എല്ലാവരും നല്ല സഹകരണമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്ത ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, ചോദിക്കുന്നു നീ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ ആരും ചോദിച്ചില്ല. ചോദിക്കാൻ ഒരു അനുവാദം കൊടുത്തു. ഞങ്ങൾ ഫോണുമായിട്ട് നേരെ ഒറ്റപ്പെടുത്തും. ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ഫോണിനകത്ത് വരട്ടുന്നു. ഞാൻ വീട്ടിൽ പോയി മറുപടി കൊടുക്കാന്ന് വെച്ചിട്ട് നടന്നില്ല. അങ്ങനെ സംഭവമൊക്കെ അടിപൊളി കളറായിട്ടുണ്ട്. ഇപ്പം ബാക്കി ചെന്നിട്ട് ഇനിയിപ്പോ സമയത്തിലാക്കണം. 9 മണി. ഇപ്പൊ നമ്മളവിടെ നമ്മളിപ്പം പാരിപ്പള്ളി എത്താറായിട്ടുണ്ട്. അല്ല സോറി, ആറ്റിങ്ങൽ എത്താറായിട്ടുണ്ട്. ആറ്റിങ്ങൽ അവിടെ നിന്ന് ഇനി കൊല്ലത്തിലോട്ട് ഒരു ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് ഇനി 40 കിലോമീറ്റർ അവിടെ കഴിഞ്ഞിട്ട് നീ അത് എങ്ങനെ പോകുന്നു? കൊല്ലത്ത് ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനെ പോലെ ബസ്സിന് അങ്ങ് പോകും. അവിടെ പോയി ഇതെടുക്കണം, വണ്ടി എടുക്കണം, വീട്ടിൽ പോകണം. ഇന്നത്തെ 3-4 കണ്ടന്റ് അല്ല സത്യം ഞാൻ വ്ലോഗ് എടുത്ത് വല്ല പരിചയമില്ല. ആൾക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. ഒരു തട്ടിക്കൂട്ട് പരിപാടി അത്ര മാത്രം. ഇതിനകത്ത് കണ്ടറിയാൻ തോന്നുന്നു. അതെ, ഇതൊരു തുടക്കം മാത്രം. എനിക്കും അതാ പറ്റിപ്പോ ആദ്യമായിട്ട് ചെയ്തത്. അതുകൊണ്ട് എങ്ങനെ ഫോൺ പിടിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഇവിടെ ചാരി വയ്ക്കുന്നില്ലായിരുന്നു. അതെ, ഇനിയിപ്പോ ഇത് കാണുമ്പോൾ പറയാം കണ്ടോടാ ഫാമിലി വ്ളോഗിന്റെ ഒക്കെ കഷ്ടപ്പാട് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇനി അതൊന്നും 2 വീഡിയോ അതിന് 3-ാമത്തെ വീഡിയോ അതെ, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. സമയമുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. ബൈ. അങ്ങനെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി 1:30-ക്ക് എത്തി. ഞാൻ ഇന്നിപ്പോൾ രാത്രിയിലെ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ. രാവിലെ എണ്ണിച്ച് ബത്തിലേയും മറ്റേ നിവിൻ്റെ പടം കണ്ട് പടത്തിന് ശേഷം കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ക്ഷീണമായിരുന്നു. ഇപ്പോഴൊന്ന് സെറ്റായത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. കസിനെ കണ്ടല്ലോ. തുടക്കം ഞാൻ വെച്ചില്ലെങ്കിൽ അവസാനം പിന്നെ പുള്ളി അങ്ങ് വെച്ചതേ ഉള്ളൂ. പുള്ളിക്കാരി കണ്ടല്ലോ. അതാണ് എൻ്റെ കസിൻ. പിന്നെ അതുപോലെ തന്നെ വ്ളോഗിന് എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ കാണുമായിരിക്കും. നിങ്ങൾ പറ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പം ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പം വീണ്ടും പഴയ പോലെ കാണാം.